മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസുകൾ കോൺഗ്രസ് നിയന്ത്രണത്തിലേക്ക് വരികയാണ്. CBIയോ EDയോ അന്വേഷിക്കേണ്ടുന്ന കേസാണെന്ന് ROC റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഇനി കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഒരാവശ്യപ്പെടൽ മാത്രം മതി. മുഖ്യമന്ത്രി പിണറായിയും BJP കേന്ദ്ര നേതൃത്വവും അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടെന്നും ലാവ്ലിൻ കേസ് മുതൽ സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, ബിരിയാണി ചെമ്പ്, ഡിപ്ലോമാറ്റിക് ബാഗ് തുടങ്ങി പലതിൽ നിന്നും മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നാൽ സ്വന്തം കഴുത്തറ്റം വരെ ഏജൻസികൾ വന്നിട്ടും കുലുങ്ങാത്ത പിണറായി വിജയൻ മകളുടെ കാര്യം അഴിക്കുള്ളിലാകുമെന്നുറപ്പിച്ചതോടെ നരേന്ദ്രമോദിക്ക് മുന്നിൽ സാഷ്ടാംഗം വീഴുകയാണ്, കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം ഇവിടെ വളരെയധികം ചർച്ചയാക്കാൻ ഇവിടെ ഒറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ, കോൺഗ്രസ്. രഹസ്യധാരണ ഉണ്ട് എന്ന് സമ്മതിക്കുന്ന രീതിയിൽ BJP പിണറായിയുടെ മകൾക്കെതിരായി ഒന്നും മിണ്ടുന്നില്ല. മുസ്ലിം ലീഗാണെങ്കിൽ ഒരക്ഷരവും പറയുന്നുമില്ല. കേരള കോൺഗ്രസ്സുകാർക്കൊന്നും അത്ര ത്രാണിയുമില്ല. ഈ തട്ടിപ്പ് കണ്ടുപിടിക്കേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രം ആവശ്യമായി മാറിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ സമയത്താണ് കോൺഗ്രസിനൊരു സുവർണാവസരം കൈവന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക്കും CMRLും തമ്മിൽ നടന്ന ഇടപാടുകൾ CBI അന്വേഷിക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹം കോൺഗ്രസിന് തന്നെയാണ്. അതുകൊണ്ട് ബംഗളൂരുവിലുള്ള കമ്പനി നടത്തിയ അഴിമതിയിൽ കർണാടക സർക്കാർ CBI അന്വേഷണം ആവശ്യപ്പെടാൻ പോവുകയാണ്. അടിയന്തരമായി CBI അന്വേഷണം വേണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് സാധ്യത. വീണ വിജയൻ്റെ ബംഗളൂരിലെ കമ്പനി ഇങ്ങനെ പച്ചയായ തട്ടിപ്പ് നടത്തിയെന്ന് റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആ സംസ്ഥാനത്തെ സർക്കാരിന് CBI അന്വേഷണം ആവശ്യപ്പെടാം. അതിനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണിപ്പോൾ കോൺഗ്രസ്. BJPയും CPMും തമ്മിലുള്ള രഹസ്യധാരണ തകർക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസിന് അതുവഴി ലഭിച്ചിരിക്കുന്നത്. ഇതോടെ കോൺഗ്രസിന് കർണാടകത്തിലും കേരളത്തിലും ഒരുപാട് ചെയ്യാനുണ്ട്. കടലാസ് കമ്പനി ഉണ്ടാക്കി മാസപ്പടി വാങ്ങുന്നത് അഴിമതിയാണെന്നിരിക്കെ അങ്ങനെയുള്ള അഴിമതിയും തട്ടിപ്പും നടത്തിയെന്ന് ബംഗളൂരു ROC കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ തട്ടിപ്പിനെയെല്ലാം ന്യായീകരിക്കാൻ കേരളത്തിലെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവകാശ ലംഘനമാണ്. സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാനും പ്രതിപക്ഷം തയ്യാറായേക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെ പിണറായി വിജയൻ്റെയും കൂടാതെ മകളുടെയും ഒക്കെ പേരിലുള്ള വലിയ തട്ടിപ്പു കേസുകളെല്ലാം ഒരു ധാരണയുടെ പുറത്ത് BJPയും CPMും മുക്കും എന്നുറപ്പായ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതോടെ മകളുടെ തട്ടിപ്പ് വ്യക്തമാക്കിയ റിപ്പോർട്ട് പ്രകാരം CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ തീരുമാനിക്കുകയും കേരളത്തിൽ ജനങ്ങളെ കള്ളം പറഞ്ഞു പറ്റിച്ച അവകാശ ലംഘനം നടത്തിയ പിണറായിക്കെതിരെ അവകാശ ലംഘനത്തിന് പ്രതിപക്ഷം നോട്ടീസ് കൊടുക്കാനും തീരുമാനിച്ചാൽ CPM പ്രത്യേകിച്ച് പിണറായി വിജയനും പൂർണ്ണമായും പ്രതിരോധത്തിലാകും. അതുകൊണ്ട് തന്നെ പുറത്തു വന്ന കർണാടകത്തിലെ റിപ്പോർട്ട് പിണറായിക്കും കുടുംബത്തിനും അല്പം കഷ്ടം തന്നെയാണ്. ഏതായാലും കേന്ദ്രവും കേരളവും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ പൊളിച്ച് പിണറായിക്കും കുടുംബത്തിനും കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കോൺഗ്രസിനൊരു സുവർണാവസരം കൈവന്നിരിക്കുകയാണ് ഇതിലൂടെ.